ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റേഷ്യസ് കോർണർ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്റ്റഫ്ഡ് ബ്രിഞ്ചോൾ കറി റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. 1 കപ്പ് തേങ്ങ ചിരകിയതും അതുപോലെ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കാശ്മീരി ചില്ലി, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. 1 സ്പൂൺ കടലപ്പരിപ്പ്, കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ കറുത്ത എള്ളാണ് എടുത്തിരിക്കുന്നത്, 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടേബിൾ സ്പൂൺ ജീരകം, 2 ടേബിൾ സ്പൂണാണ് മല്ലി എടുത്തിരിക്കുന്നത്, ഒരു 1/2 കപ്പ് പീനട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് പറയുന്നതായിരിക്കും, അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബ്രിഞ്ചോളാണ്, 1/2 കിലോ വഴുതനങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാനുണ്ട്, ഗ്രൈൻഡ് ചെയ്തെടുക്കാനുണ്ട്. ഈ ഒരു മസാല കൂട്ടിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ, ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ. അതിനു മുന്നേ നമുക്ക് ഈ ഒരു മസാല കൂട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുത്തു. ചൂടായതിനു ശേഷം അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നീട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് കാശ്മീരി ചില്ലി, വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം മല്ലി ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് ഉലുവ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതുപോലെ ചെറിയ ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കറിവേപ്പിലയും ജീരകവും, അതുപോലെ കുറച്ച് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആവുന്നതും ചെറിയ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കണം, അല്ലെങ്കിൽ ഈ ഇട്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ചൂട് പാനിൽ തന്നെ ഗ്രൗണ്ട് നട്ടും എള്ളും കൂടി വറുത്തെടുക്കാനുണ്ട്. പെട്ടെന്ന് കരിഞ്ഞു പോകുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് എള്ള്. അതുപോലെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാത്തതും പീനട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ട് നട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ രണ്ടും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കുന്നുണ്ട്. നല്ലപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ തൊലി കളഞ്ഞ് നമുക്കിത് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഗ്രൗണ്ട് നട്ടിൻ്റെ തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു മസാല കൂട്ടിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും, അതുപോലെ തൊലി കളഞ്ഞ ഗ്രൗണ്ട് നട്ടും, അതുപോലെ 1 ടൊമാറ്റോ കട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ആദ്യം ഒന്ന് പൊടിച്ചെടുത്ത ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നീട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഇത് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വെള്ളം ആഡ് ചെയ്യരുത്. നമുക്കിത് സ്റ്റഫ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ പാകത്തിന് വെള്ളം ഒഴിച്ച് വേണം ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്റ്റഫ്ഡ് ബ്രിഞ്ചോൾ കറിയാണ്. അപ്പോൾ ഈ ഒരു ബ്രിഞ്ചോൾ കറിക്ക് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വഴുതനങ്ങ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ കുഞ്ഞു വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ വഴുതനങ്ങ നമുക്കിതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. എന്നാലേ നമുക്ക് മസാല ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്യാൻ പറ്റും. ആ ഒരു ബ്രിഞ്ചോളുടെ അറ്റം അല്ലെങ്കിൽ ആ ഒരു ഞെട്ടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി എല്ലാ വഴുതനങ്ങയും ഇതുപോലെ ക്ലീൻ ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് വഴുതനങ്ങയുടെ അകത്തോട്ട് നല്ലപോലെ മസാല സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ അല്ലെങ്കിൽ കൈകൊണ്ട് നല്ലപോലെ നമുക്ക് മസാല ഇൻഗ്രീഡിയൻസ് അതിലേക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. അതിനു മുന്നേ എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ
ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മുടെ വഴുതനങ്ങ നല്ലപോലെ സ്റ്റഫ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് സ്റ്റഫ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിരിക്കും. ഞാനിവിടെ എല്ലാ വഴുതനങ്ങയിലോട്ടും മസാല സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നമുക്കിത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കടുകും കുറച്ച് കരിവേപ്പിലയും ഒരു സവോളയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു കടായി വെച്ച് കൊടുക്കാം. നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് കടുക് ഇട്ട് കൊടുത്തു. കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവോളയും കരിവേപ്പിലയും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ചിരുന്ന വഴുതനങ്ങയും അതുപോലെ ബാക്കി വന്ന മസാലയുമാണ്. ഇപ്പോൾ ഉള്ളി നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ചിരുന്ന വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ആ ഒരു വഴുതനങ്ങയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറുന്നത് വരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ട്. നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രൗണ്ട് നട്ട് ഇട്ടിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ വഴുതനങ്ങയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പാകത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സി ജാറ് കഴുകിയ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇട്ടിരിക്കുന്നത് ശർക്കര ഉരുക്കിയതാണ്. 2 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശർക്കര വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലിഡ് ക്ലോസ് ചെയ്ത് ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഗ്രൗണ്ട് നട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. സ്റ്റഫ്ഡ് ബ്രിഞ്ചാൾ കറിയാണ്. അടിപൊളി ടേസ്റ്റാണ്. ചൂട് ചോറിനോടൊപ്പം അതുപോലെ ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും. അവസാനം ഇതിലേക്ക് ഒരല്പം മേത്തി ലീവ്സും അതുപോലെ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി സ്റ്റഫ്ഡ് ബ്രിഞ്ചാൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.